മോളിവുഡ് ടൈപ്സ് എന്നുള്ള പടം കണ്ടു. പടത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു പടം ഞാൻ ബേസിക്കലി കാണാൻ പോയത് അഭിനവ് സുന്ദർ നായക് എന്നുള്ള ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു സെക്കൻഡ് പടം എന്നുള്ള രീതിയിലാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ്. ഈ ഒരു പടം ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ട ഒരു പടമാണ്. ഈ ഒരു പടം അന്ന് കണ്ടപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈപ്പിൽ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പടം കാണാനായിട്ട് പോയത്. വേറൊന്നുമല്ല, ഹൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ആ രീതിയിലുള്ളൊരു ഹൈപ്പല്ല, ബട്ട് അഭിനവ് സുന്ദർ നായക് എന്നുള്ള ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു കയ്യൊപ്പുള്ള ഒരു മൂവി എന്നുള്ള രീതിയിലാണ് കാണാൻ പോയത്. ഇൻട്രസ്റ്റിംഗ്ലി പടം കൊള്ളാം. പടത്തിൻ്റെ അകത്ത് നസ്ലിനാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. നസ്ലിൻ്റെ റോളും കൊള്ളാം. നസ്ലിൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടിപ്പിക്കൽ വേഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തത പിടിച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ച് ഈഗോസെൻട്രിക് ആയിട്ടുള്ള, അല്പം നെഗറ്റിവിറ്റി ഉണ്ട്, സെൽഫിഷ് ആയിട്ടുള്ള, കുറേയധികം വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേറ്റുകൾ വരുന്ന ഒരു ക്യാരക്ടർ റോള് പുള്ളി ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. പടം തുടങ്ങുന്നത് തന്നെ വളരെ സിനിമ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഡയറക്ടർ ആവാനായിട്ട് കൊതിക്കുന്ന ഒരു യുവാവ്, പുള്ളിയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര, ആ ഒരു രീതിയിലാണ് സംഭവം പോകുന്നത്. ബട്ട് ഒരു തരത്തിലും നമുക്ക് ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന രീതിയിലേക്കൊന്നും ഒരിടത്തും നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ പടം പോകുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രെഡുകൾ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് പടം മുമ്പോട്ട് പോകുന്നത്. വളരെ ഡാർക്കായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ, കോമഡികൾ പലയിടത്തായിട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കോമഡികളൊന്നും ചുമ്മാ വെറുതെ റോങ് ടൈമിംഗ് ഒന്നുമല്ല. ആ കോമഡി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു കോമഡി പോലും ഈ ഒരു പടത്തിൻ്റെ അത് എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടുത്തിട്ടുള്ള കോമഡി എല്ലാം നല്ല കറക്റ്റ് ടൈമിങ്, നല്ല രീതിയിൽ ആ എഴുത്തിൽ ആ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. പടത്തിനൊരു സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വ്യക്തമായിട്ട് സുതാര്യമായിട്ട് പലയിടങ്ങളിലും കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. കർമ്മ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അത് മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്നുള്ള ഒരു പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആ ഒരു പടത്തിൻ്റെ അതൊക്കെ വ്യക്തമായിട്ട് ഒരു നല്ലൊരു ലെങ്ത്ത് തന്നെ ഈ ഒരു പടത്തിൻ്റെ ആ ഒരു കർമ്മ എന്നുള്ള സംഭവം വിശദീകരിക്കാനായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒരു സെയിം കോർ ഫിലോസഫി തന്നെ ഈ ഒരു പടത്തിലേക്കും ഡയറക്ടർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പടം കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിന്തിച്ച ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഒരു പക്ഷേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നുള്ള ഒരു പടത്തിൻ്റെ ഒരു മറ്റൊരു പതിപ്പ് പോലെയായിരിക്കും ഈ ഒരു പടം ഇറക്കുന്നതെന്നാണ്. അതിൽ കുറേയൊക്കെ എനിക്ക് അനുമാനം ശരിയായി എന്ന് പറയാം. കാരണം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വരുന്ന ഒരു ഫിലോസഫി ഈ ഒരു പടത്തിൻ്റെ അകത്തുണ്ട് ഡെഫിനറ്റ്ലി. ബട്ട് എൻറ്റയർലി മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആ ഒരു സെറ്റപ്പ് ഒന്നുമല്ല. അതിനെ ഫിലിമുമായിട്ട് യോജിപ്പിച്ച് ഫിലിമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് സംഭവം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഥ. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾസ്, പ്രശ്നങ്ങൾ, സാമ്പത്തികം എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് മെൻ്റലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിലൂടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ്ലി നാച്ചുറലി ആണ് കാണിക്കുന്നത്. ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും മോശപ്പെട്ട ഒരു ക്യാരക്ടറെ എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയില്ല. നല്ല രീതിയിലുള്ള വളരെ ആർട്ടിസ്റ്റിക്കലി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് കൂടുതലും വരുന്നത്. അപ്പം നസ്ലിൻ്റെ ക്യാരക്ടർ ബേസിക്കലി കൊള്ളാം. പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത സാധനം പുള്ളി ഫുള്ളായിട്ട് തന്നെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. പിന്നെ മറ്റ് കഥാപാത്രങ്ങളിൽ വരുന്ന ആളുകളാണെങ്കിലും ഒട്ടും മോശമല്ല. അവരെല്ലാം അവർ കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ബെറ്ററായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോറിയുടെ പാർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി വളരെ പ്രിസൈസ് ആയിട്ട് എഴുതിയിട്ടുള്ള കൃത്യം ഡയലോഗുകൾ മാത്രമേ ഈ പടത്തിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഒരുപാട് ഓവറായിട്ട് ചളമാക്കുന്ന ഒരു പരിപാടി ഒരിടത്തും പടത്തിൻ്റെ അകത്ത് വരുന്നില്ല. ഇവൻ ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എൻഗേജിങ് ആയിട്ട് നിർത്തുന്ന കാര്യത്തിൽ നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ട്വിസ്റ്റ് എന്നൊക്കെ പറയത്തക്ക രീതിയിൽ കഥയെ മാറ്റിമറിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ നട്ടല് എന്നുള്ള രീതിയിലേക്കൊന്നും സംഭവം കൊണ്ടെത്തിക്കുന്നില്ല. ചില പടങ്ങളുണ്ട്, ട്വിസ്റ്റ് ഉണ്ടാവും, പക്ഷെ ട്വിസ്റ്റിലായിരിക്കും എല്ലാം കിടക്കുന്നത്. ആ ഒരു ട്വിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല കഥയിൽ, അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷേ ഈ ഒരു പടത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു കാര്യമല്ല. ട്വിസ്റ്റിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നൊരു സംഭവം, അല്ലെങ്കിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവന്ന് സർപ്രൈസിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ഭീകരമായിട്ടുള്ള സംഭവം ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ബേസിക്കലി പടത്തിനൊരു ഫിലോസഫി ഉണ്ട്, പടം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയമുണ്ട്, വ്യക്തമാണത്, നല്ല സ്റ്റേണായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ആശയം സിനിമ എന്നുള്ള ഒരു മീഡിയത്തിനോടുള്ള ഒരു ലവ്, ഒരു ഇഷ്ടം, പാഷൻ, അത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് അത് നല്ലൊരു ആർട്ട് ഫോമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ അത് ചെയ്തിട്ടുള്ളത്. സോ അതൊരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പടം ഒരിടത്തും ബോറടിപ്പിക്കില്ല.
ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നതെല്ലാം ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പടത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഒത്തിരി ഡയലോഗുകൾ ഇതിനകത്ത് നല്ല ഹാർട്ട് ടച്ചിങ് ആണ്, അല്ലെങ്കിൽ കുറിക്ക് കൊള്ളുന്നതാണെന്ന് എനിക്ക് പേഴ്സണലി പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴും തോന്നി. ഫിലോസഫിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അഭിനവ് സുന്ദരനായകൻ തന്നെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എന്ന് നമുക്ക് ഈ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. നമുക്കറിയാം, കാരണം അത്ര രീതിയിൽ ഇൻറ്റൻസീവായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് പടം ഇറക്കിയിട്ടുള്ളത്. വെറുതെ ചുമ്മാ ഒരു പടം ഇറക്കാൻ വേണ്ടിയിട്ട് ഇറക്കുമൊന്നുമല്ല. പുള്ളീന് വേണ്ടി 1-2 വർഷം കളഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും. അത്ര രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് സംഭവം ഇറക്കിയിട്ടുള്ളത്. ഈവൻ പുള്ളിയുടെ തന്നെ ബയോഗ്രഫി ആയിട്ട് കുറേ ലിങ്ക്ഡ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പുള്ളീൻ്റെ അകത്ത് തന്നെ ആ ഒരു ആകാശഗംഗ സിനിമയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ സൗണ്ട് സിസ്റ്റം അതിൻ്റെ കുറേ പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പുള്ളിയുടെ ബയോഗ്രഫിയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളിയുടെ പേഴ്സണൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പുള്ളി ഈ ഒരു പടം ഇറക്കിയിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവൻ പുള്ളിയുടെ തന്നെ ഫിലോസഫിയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്, അതും നമുക്കറിയാം. അങ്ങനെ കുറേ പേഴ്സണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട് ഡെഫിനറ്റ്ലി. അതിനൊക്കെ അപ്പുറമായിട്ട് നസ്ലിൻ്റെ ക്യാരക്ടറിനെ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഒരു ഔട്ട്സൈഡറായിട്ട് നമുക്ക് ഒരിടത്തും തോന്നില്ല. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നസ്ലിൻ്റെ ക്യാരക്ടറിനോട് നമുക്കൊരു സിമ്പതി തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിനൊപ്പം തന്നെ അതൊരു വെറും സിമ്പതി മാത്രമാക്കിയിട്ട് നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. സിമ്പതി വെച്ചിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ചുമ്മാ വെറുതെ നമുക്ക് ആ ഒരു സിമ്പതി വാങ്ങി കൂട്ടാനായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ റോ ആയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇവൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെട്ടിയുള്ള പരിപാടികൾക്കൊന്നും ഇവരെ മുതിരുന്നില്ല. ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ഫിക്ഷണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഫാൻറ്റസി ഉണ്ട്, ലോകത്തിൽ ഒരിടത്തും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഇവൻ പല കാർട്ടൂണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുകളോടെ കുറേ കാര്യങ്ങൾ കൺവേ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പോർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു എൻട്രി ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരുപാട് സ്പോയിലേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ എൻട്രി വരുന്നത് തന്നെ ഒരു കാരിക്കേച്ചർ ഒരു സെറ്റപ്പിലാണ്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ടിൽ വരുന്ന ഹ്യൂമർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പടത്തിലെ ഹ്യൂമറെല്ലാം ഓൾ ത്രൂ ഔട്ട് കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. ഒരു കമ്പല്ലിംഗ് ആയിട്ടുള്ള രീതി തന്നെയാണ് പടം ആ ഒരു പാർട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ബ്ലാക്ക് ഹ്യൂമർ സാധനമാണെന്നുണ്ടെങ്കിലും എല്ലാം കുറുക്കി കൊള്ളുന്നുണ്ട്. നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ആരെയാണോ ഈ ഒരു പടത്തിൻ്റെ അകത്ത് ഉദ്ദേശിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഓഡിയൻസ് എന്നുള്ള നിലയിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പടത്തിൻ്റെ ചില ഓഡിയൻസെങ്കിലും ഈ സിനിമ എന്നുള്ള ഒരു മീഡിയത്തോട് അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് എന്നുള്ള പ്രോസസ്സിനോട് അത്ര അറ്റാച്ച്ഡ് അല്ലാത്ത ചില ആളുകൾ ഈ ഒരു പടം കാണാൻ പോകുമായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ആംഗിളിൽ നിന്നുള്ളൊരു വ്യൂ ഈ ഒരു പടത്തെ പറ്റി കിട്ടിയേക്കാം, എനിക്കറിയില്ല ഒരു പക്ഷേ. ബട്ട് ആസ് എൻ ഓഡിയൻസ്, ഒരു സ്പെക്ടേറ്റർ എന്നുള്ള നിലയിൽ ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് അൾട്ടിമേറ്റ് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കിട്ടിയത്. ഒരു നല്ല മൂവി കിട്ടിയ നല്ല മൂവി കണ്ട ഒരു ഫീൽ ഡെഫിനറ്റ്ലി തോന്നി. നസ്ലിൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ കുറേ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പന ഫ്രൈഡേ ആയേക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ട്രെയിലറൊക്കെ വന്ന സമയത്ത് എനിക്ക് അത്ര വലിയ ഹോപ്പൊന്നും തോന്നിയൊന്നുമില്ല. ബട്ട് ഐ തിങ്ക് ഈ ഒരു സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ വെൻ ഐ വാച്ച്ഡ് ഇറ്റ്, ഇത് കൊള്ളാം, നല്ല അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ആ ഒരു ഡാൻസ് മൂവ്സ് പുള്ളിക്ക് ആ ഒരു ഇതിനകത്തൊരു സ്വാഗ്, ആ ഒരു ലുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഓൾ ത്രൂ ഔട്ട്. ഈ ഒരു പടത്തിനകത്ത് ലുക്കുകളെല്ലാം തന്നെ കൊള്ളാം. പുള്ളിയുടെ ക്യാരക്ടറിന് ശരിക്കും മാച്ച് തന്നെയാണ്. പുള്ളിനെ സെലക്ട് ചെയ്ത ഒരു കാര്യമൊക്കെ അഭിനവ് സുന്ദർ നായക് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കറക്റ്റ് ആളെ തന്നെയാണ് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബേസിക്കലി പടത്തിൻ്റെ അവസ്ഥ ഇതാണ്. പടം പറഞ്ഞു വയ്ക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ സ്ട്രഗിൾസ് കാര്യങ്ങളെല്ലാം ഇതിനെ കാണിച്ച് ഇങ്ങനെ പോവാണ്. ഒരു ബയോഗ്രഫി മോഡിലാണ് ശരിക്കും പോകുന്നത്. നമുക്ക് ആ ഒരു നസ്ലിൻ്റെ ക്യാരക്ടറിൻ്റെ ബയോഗ്രഫി എന്നുള്ള നിലയിൽ വേണേൽ കൺസിഡർ ചെയ്യാം. പിന്നെ ചൂഷകന്മാർ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, സിനിമാ രംഗത്തിലെ ടിപ്പിക്കലായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, പറ്റിച്ച് ജീവിക്കുന്ന കുറേ ഡയറക്ടേഴ്സ്, കോപ്പിയടി, പൈറസി, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം പടത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്തെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, ചുമ്മാ വെറുതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ച് പോകുന്നതല്ലല്ലോ സിനിമ. നല്ല കാര്യങ്ങളെല്ലാം ഒപ്പിയെടുത്ത് ഇങ്ങനെ പോകുന്നത്, അതാണ് പടം. ആ ഒരു പടത്തിൻ്റെ ഒരു മെറിറ്റ് ശരിക്കും അവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് കോമഡി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ അത് ഇൻഡീഡ് കോമഡി തന്നെയാണ്. പുള്ളി ഹൊറർ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നസ്ലിൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തുടക്ക കാലഘട്ടം തൊട്ട് പുള്ളി ഒരുപാട് ഹൊറർ പടം എടുക്കണം, ആളുകളെ പേടിപ്പിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം.
അതിനൊക്കെ നല്ല രീതിയിൽ ക്ലൈമാക്സിലേക്ക് ഒരു കുറേ നല്ല പാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, ബട്ട് കൊള്ളാം. ഓൾ ത്രൂ ഔട്ട് ആ ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് ഞാൻ എൻഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നി, ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, എന്താ പറയുക, റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നസ്ലിൻ ഭയങ്കരമായിട്ട് സെറ്റായി എന്നുള്ള രീതി അങ്ങനെയൊക്കെ എൻഡ് ചെയ്യുന്നു. അങ്ങനെയൊന്നും അല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻഡിങ് ആണ്. ആ ഒരു എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ഓവറായിട്ട് ചളവാക്കുന്ന എൻഡിങ് ഒന്നുമല്ല. ആ ഒരു മീറ്റർ ഒരു തരത്തിലും താഴെ പോകുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല. കറക്റ്റ് മീറ്ററിലാണ്, കറക്റ്റ് മീറ്റർ പിടിച്ചിട്ടാണ് പടം ഇറക്കിയിട്ടുള്ളത്. ഒരു മെറിറ്റ് ഗോസ് ടു അഭിനവ് സുന്ദർ നായക്. കൊള്ളാം പടം. ഇതൊക്കെയാണ് പടത്തിൻ്റെ അവസ്ഥ. സോ ഓവറോൾ ഒരു നല്ല മൂവി കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പോകാൻ പറ്റുന്ന ഒരു മിനിമം ഡിമാൻഡുള്ള, ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു പടമാണ് ഈ പറഞ്ഞ ബോളിവുഡ് ടൈംസ്. നസ്ലിൻ്റെ നല്ല റോളാണ്, ആ ഒരു ഡയറക്ഷൻ കൊള്ളാം, സ്ക്രിപ്റ്റ് മോശമല്ല ഒട്ടും, നൈസായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെ. സോ ഓവറോൾ ഒരു ഗ്രേറ്റ് മൂവി, നല്ല മൂവി, വർത്ത് വാച്ച് ആയിട്ടുള്ള മൂവി. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്.